വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ വാർത്താ ദിനം നമ്മൾ തുടരുകയാണ്, വാർത്താ യാത്ര തുടരുകയാണ്. രാവിലെ അപ്പോൾ ഇനി സമഗ്രമായി നോക്കാൻ പോകുന്നത് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. പ്രേക്ഷകർക്കറിയാം, ഈ ദിവസം ഇന്നത്തെ ഈ വാർത്താ ദിനം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ തേടിയെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടം, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു എന്നതാണ്. 2 എഞ്ചിനുകളും ഒരേ സമയം എങ്ങനെ പ്രവർത്തനരഹിതമായി എന്ന വലിയ ചോദ്യം അവശേഷിച്ചിരുന്നു. എഞ്ചിനിലേക്കുള്ള ഫ്യൂവലിന്റെ പ്രവാഹം നിലച്ചത്, സ്വിച്ച് ഓഫ് ആയതാണ് ഇത്തരത്തിൽ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായതും ആ വലിയ അപകടത്തിലേക്ക് നയിച്ചതും എന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇനി എങ്ങനെ അത് ഓഫായി എന്നത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണ റിപ്പോർട്ടൊക്കെ പുറത്തു വരാനിരിക്കുന്നുണ്ട്. ഇതടക്കം ഒരുപാട് വാർത്തകളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് തന്ത്രങ്ങൾ മെനയുവാൻ വേണ്ടി BJPയുടെ തന്ത്രങ്ങൾ മെനയുവാൻ വേണ്ടിയിട്ട് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമിത്ഷാ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തിലെ രാഷ്ട്രീയ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഇതടക്കം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്. നമുക്ക് വിശദമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അഹമ്മദാബാദിൽ 260 പേരുടെ മരണത്തിന് വഴിവെച്ച വിമാന അപകടത്തിന്റെ കാരണം വ്യക്തമാക്കിയുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. അപകട കാരണം എഞ്ചിൻ ഫ്യൂവൽ ഓഫ് ആയത്. വിമാനം പറത്തിയിരുന്നത് കോ പൈലറ്റ്. ഇന്ധന സ്വിച്ച് ഓണാക്കിയെങ്കിലും എഞ്ചിൻ പ്രവർത്തിക്കും മുമ്പ് തകർന്നു. വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ലെന്നും കണ്ടെത്തൽ. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് തന്ത്രമൊരുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ. BJP സംസ്ഥാന ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം രാവിലെ. BJP കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കും. പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുസമ്മേളനം. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സന്ദർശനവും യോഗവും നിർണായകം. ചേറ്റൂർ ശങ്കരൻ നായരെ ചൊല്ലി വീണ്ടും വിവാദം. ചേറ്റൂരിനെ മറന്നവരാണ് കോൺഗ്രസുകാരെന്ന BJP. സ്വന്തം പാർട്ടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതിനാലാണ് മറ്റ് നേതാക്കളെ സ്വന്തമാക്കാൻ BJP ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ്. വീണ്ടും വിവാദം ചേറ്റൂർ അനുസ്മരണ ചടങ്ങിന് പിന്നാലെ. ധർമ്മസ്ഥലയിൽ മലയാളി പെൺകുട്ടികളും ബലാത്സംഗത്തിന് ഇരയായതായി സ്ഥിരീകരണം. കൊലപാതക കാരണം പിതാവിനോടുള്ള വൈരാഗ്യം. മൃതദേഹം കണ്ടെത്തിയത് 57 ദിവസങ്ങൾക്ക് ശേഷം നേത്രാവതി പുഴയ്ക്ക് സമീപം. കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ. 100ഓളം പേരെ കൊന്നു കുഴിച്ചിടാൻ നിർബന്ധിതനായെന്ന തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തി കോടതി. മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്ത തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. പുതുക്കിയ കീം റാങ്ക് പട്ടികയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് നടപടി തുടങ്ങി. 16-ാം തീയതി രാവിലെ 11 വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന്. കൊച്ചി ലഹരി കേസിൽ പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസിനെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങിയ അന്വേഷണ സംഘം. പുറത്തുവരാനുള്ളത് നിർണായക വിവരങ്ങൾ. സിനിമാ താരങ്ങളും മോഡലുകളും വന്നു പോകുന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ചും അന്വേഷണം. ഷാർജയിൽ മലയാളി യുവതിയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. വിഭജിക ജീവൻ ഒടുക്കില്ലെന്ന് ആവർത്തിച്ച് ബന്ധുക്കൾ. ഭർത്താവ് നിതീഷിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ. വിശദമായി നോക്കാം നമുക്ക് ഓരോ വാർത്തയും. അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്കാണ്. അഹമ്മദാബാദ് വിമാന അപകട കാരണം എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയത്. എന്തിനാണ് ഓഫ് ആക്കിയത് എന്ന് പൈലറ്റ് ചോദിക്കുന്നതായി ശബ്ദവും പുറത്തു വന്നിരിക്കുകയാണ്. താൻ ഓഫ് ആക്കിയിട്ടില്ലെന്ന് സഹ പൈലറ്റ് മറുപടിയും നൽകുന്നുണ്ട്. ഇരുവരുടെയും ശബ്ദം കോക്പിറ്റ് ഓഡിയോ റെക്കോർഡിൽ വ്യക്തമാണ്. AIBയുടെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. ആശുപത്രി ഷംനയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷംന, ഏറെ പ്രധാനപ്പെട്ട അന്വേഷണ റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത്. പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടാണെങ്കിൽ പോലും എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തത നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. എഞ്ചിൻ ഫ്യൂവൽ ഓഫായി പോയത്, അല്ലെങ്കിൽ എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ അത് പ്രവഹിക്കുന്നത് ഓഫായി പോയത്, നിലച്ചതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഈ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. അല്ലേ ഷംന?
അതെ ആര്യ, അതായത് ഒരു നാടിനെ തന്നെ നടുക്കിയ അപകടം സംഭവിച്ച ഒരു മാസം പിന്നിടുമ്പോഴാണ് AAIB റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടാണെങ്കിൽ പോലും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ അട്ടിമറി സാധ്യതകളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ വിമാനത്തിലെ 2 എഞ്ചിനുകളിലെയും പ്രവർത്തനം നിലച്ചതായാണ് കണ്ടെത്തലുകൾ. ഈ വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് ഓഫായി. ഇതുമൂലം 2 എഞ്ചിനുകളും ഓഫായി എന്നതാണ്. അതും 1 സെക്കൻഡിന്റെ ഇടവേളയിൽ തന്നെ 2 എഞ്ചിനുകളും ഓഫായി. ഒപ്പം തന്നെ 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നത്. അതിനിടയിൽ തന്നെ അപകടം സംഭവിച്ചു എന്നും കണ്ടെത്തലുണ്ട്. ഈ സ്വിച്ച് ഓഫ് ആയതോടുകൂടി ഇന്ധനത്തിന്റെ പ്രവാഹം കുറഞ്ഞു. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത്. ഒപ്പം 2 എഞ്ചിനുകളും 1 സെക്കൻഡിന്റെ ഇടവേളയിൽ തന്നെ ഒരുപോലെ ഓഫായി എന്നതും ഒരുപോലെ പ്രവർത്തനം നിലച്ചു എന്നതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. എന്തായാലും റൺവേയിൽ നിന്നും തൊട്ട് മാറി ആണ് ഈ അപകടം സംഭവിക്കുന്നത്. റൺവേയിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകട സമയത്ത് ഈ 1.25 ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിന്റെ പ്രവാഹം നിലച്ചു. ഈ സ്വിച്ച് ഓഫ് ആയതോടുകൂടി ഇത്രയും ഇന്ധനത്തിന്റെ പ്രവാഹം നിലച്ചു. ഈ അപകട സമയത്ത് ഉണ്ടായിരുന്ന ഇന്ധനത്തിന്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉച്ചയ്ക്ക് 2:09 വിമാനം പറന്നുയരുന്നത്. ഇത് പറന്ന് ഏകദേശം 32 സെക്കൻഡുകൾ മാത്രമാണ് വിമാനം പറന്നത്. അതോടുകൂടി തന്നെ സ്വിച്ചുകൾ ഓഫ് ആവുകയായിരുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ കോക്പിറ്റ് ഓഡിയോ അടക്കം പറയുന്നുണ്ട്. അതായത് എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്ത് എന്ന് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ താനല്ല ഓഫ് ചെയ്തത് എന്ന് സഹ പൈലറ്റ് മറുപടി പറയുന്നുണ്ട്. ഇതിലോടുകൂടിയാണ് ഈ വിമാന അപകടം ഈ പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയാവില്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പൈലറ്റുമാർക്ക് നിരവധി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. മണിക്കൂറുകളോളം വിമാനം പറത്തിയവരാണ് 2 പേരും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വീഴ്ചയാവില്ല എന്ന തരത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിമർശനങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിലേക്ക് കൂടി നയിക്കുന്ന തരത്തിൽ തന്നെയാണ് കോക്പിറ്റ് ഓഡിയോ പുറത്തു വരുമ്പോൾ സാഹചര്യങ്ങൾ നീങ്ങുന്നത്. അതായത് എന്തിനു ഓഫ് ചെയ്തു എന്ന് പൈലറ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷെ താനല്ല ഓഫ് ചെയ്തത് എന്ന് മറുപടി ഈ സഹ പൈലറ്റ് പറയുന്നുണ്ട്. 2 പേരും ഓഫ് ആക്കിയതല്ല എന്നുള്ള ഒരു പ്രാഥമിക അന്വേഷണ കണ്ടെത്തലാണ് മുന്നിലുള്ളത്. അതിനപ്പുറം എങ്ങനെയാണ് അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ആയത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഇനി പ്രധാനമായും കണ്ടെത്തേണ്ടത്, അല്ലേ? തീർച്ചയായും ആര്യ, ഈ എൻജിൻ ഈ വിമാനത്തിലെ ഇന്ധന സ്വിച്ച് എങ്ങനെ ഓഫായി എന്നതാണ് ഇനി ലഭിക്കേണ്ട വിവരം. അതിൽ തന്നെ ഇപ്പോൾ ലഭിച്ചത് പ്രാഥമികമായ റിപ്പോർട്ട് മാത്രമാണ്. ഇതിൽ ഇനി വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് AAIB വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഇപ്പോൾ എയർലൈനും അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി നമുക്ക് മനസ്സിലാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നാടിനെ നടുക്കിയ അപകടം നടന്ന് 1 മാസം പിന്നിടുകയാണ്. നമുക്കറിയാം വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒഴികെ മറ്റ് മുഴുവൻ പേരും 235 പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഈ മുഴുവൻ ആളുകളും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ സമീപത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം മറിഞ്ഞ് അവിടെയും നിരവധി മരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു നാടിനെ തന്നെ നടുക്കിയ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിമാന അപകടം നടന്നു 1 മാസം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ AAIB റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്തായാലും ഈ ഇന്ധനത്തിന്റെ സ്വിച്ച് ഓഫായി വെറും 1 സെക്കൻഡ് വ്യത്യാസത്തിൽ. നമുക്കറിയാം ബോയിങ് വിമാനമാണ്, ഇതിന് 2 എഞ്ചിനുകളുണ്ട്. എന്നാൽ 1 സെക്കൻഡ് ഇടവേളയിൽ 2 എഞ്ചിനുകളിലും പ്രവർത്തനം നിലച്ചു. ഇതോടുകൂടിയാണ് അപകടമുണ്ടായത്. ഒപ്പം തന്നെ ഈ 35 സെക്കൻഡുകൾ മാത്രമാണ് വിമാനം പറന്നത്. ഈ 35 സെക്കൻഡ് ഉള്ളിൽ തന്നെ ഈ ഇന്ധന സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. അതോടുകൂടി അപകടമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ കോക്പിറ്റിൽ നിന്നും ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പൈലറ്റുമാർ. പക്ഷേ അതിന് സാധ്യമായില്ല എന്നതും വിവരമുണ്ട്. എന്തായാലും ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഈ അപകടം നടന്ന സമയത്തൊക്കെ ഇത് സംബന്ധിച്ച് ഏറെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എങ്ങനെ ഇത്ര വലിയ ഒരു ദുരന്തമുണ്ടായി എന്നതടക്കം നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അതിന് പ്രാഥമിക റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടം സംഭവിച്ച സമയത്ത് പലതരത്തിലുള്ള നിഗമനങ്ങളിലേക്കും അനുമാനങ്ങളിലേക്കും ഒക്കെ കടന്നിരുന്നു. ഏവിയേഷൻ വിദഗ്ധരടക്കം പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഈ ഇരട്ട എഞ്ചിനുള്ള വിമാനം എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നത് വലിയ ചോദ്യമായിരുന്നല്ലോ. പക്ഷി ഇടിച്ചതാണോ, കാലാവസ്ഥ പ്രതികൂലമായതാണോ, എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം ഇതോടുകൂടി പാടെ ഇല്ലാതായിരിക്കുകയാണ്, അല്ലേ ഷംന?
തീർച്ചയായും ആര്യ, അത് തന്നെയാണ്. 2 എഞ്ചിനുകളുള്ള വിമാനമാണ്. ഇതെങ്ങനെ ഇത്ര വലിയ ഒരു അപകടത്തിലേക്ക് നയിച്ചു എന്നതടക്കം വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു, നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത്തരം അഭ്യൂഹങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചിരുന്നു. അതും 1 സെക്കൻഡ് മാത്രം ഇടവേളയിൽ 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. അതായത് ഈ ഇന്ധന സ്വിച്ച് ഓഫായി, അതോടുകൂടി ആദ്യം ഈ എഞ്ചിൻ 1 പ്രവർത്തനം നിലച്ചു. അതിനുശേഷം 1 സെക്കൻഡ് ഇടവേളയിൽ എഞ്ചിൻ 2 പ്രവർത്തനം നിലച്ചു. ഇതോടുകൂടിയാണ് ഇത്ര വലിയ ഒരു ദുരന്തം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ ടേക്ക് ഓഫിന്റെ സമയത്ത് ഈ വിമാനത്തിനുണ്ടായിരുന്ന ഒരു വേഗതയുണ്ടാകും. ഇത് എഞ്ചിനുകളുടെ പ്രവാഹം നിലച്ചതോടുകൂടി ഈ വേഗത കുറയുകയായിരുന്നു എന്നും കണ്ടെത്തലുകളുണ്ട്. എന്തായാലും ഈ ഇന്ധന സ്വിച്ച് ഓഫായി എന്നതാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ ഈ കോക്പിറ്റ് ഓഡിയോ പുറത്തു വരുന്നതിലൂടെ എന്തിന് ഓഫ് ചെയ്തു എന്നാണ് പൈലറ്റ് ചോദിക്കുന്നത് സഹ പൈലറ്റിനോട്. എന്നാൽ താനല്ല ഓഫ് ചെയ്തത് എന്ന് ഈ സഹ പൈലറ്റ് മറുപടി നൽകുന്നതിലൂടെ തന്നെ ഈ പൈലറ്റുമാരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയല്ല എന്ന ഒരു കണ്ടെത്തൽ കൂടിയാണ്. അതായത് പൈലറ്റുമാർ അറിഞ്ഞിട്ടല്ല, നേരത്തെ തന്നെ ഈ അബദ്ധത്തിൽ പോലും പൈലറ്റുമാർക്ക് ഓഫ് ചെയ്യാൻ സാധിക്കാത്ത, അങ്ങനെ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ ഇന്ധന സ്വിച്ച് എന്നത്. അപ്പോൾ ഇതെങ്ങനെ ഓഫായി, ഈ പൈലറ്റുമാർ അറിയാതെ അവിടെ എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതായത് ഏത് പൈലറ്റാണ് ഈ ചോദ്യം ചോദിച്ചത്, ആരാണ് ഇതിന് ഉത്തരം പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഈ ഘട്ടത്തിലും വന്നിട്ടില്ല എന്നതല്ലേ? തീർച്ചയായും ആര്യ, അത് തന്നെയാണ്. കാരണം നമുക്ക് അറിയാം, ഈ 2 പൈലറ്റുമാരും നേരത്തെ തന്നെ നിരവധി മണിക്കൂറുകൾ വിമാനം പറത്തിയ അതിന്റെ അനുഭവമുള്ള 2 പൈലറ്റുമാരാണ്. വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പേരാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനെ വിമാനം അപകടത്തിലേക്ക് നയിച്ചത് ഈ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാവില്ല എന്ന നിഗമനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ കോക്പിറ്റ് ഓഡിയോ പുറത്തു വന്നതിലൂടെ ആ ഒരു നിഗമനങ്ങൾ ശരിവെക്കുന്നത് തന്നെയാണ്. കാരണം താൻ അറിഞ്ഞിട്ടില്ല, താനല്ല ചെയ്തത് എന്ന് സഹ പൈലറ്റ് മറുപടി പറയുന്നുണ്ട്. ഇതിലൂടെ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാവില്ല എന്നൊരു നിഗമനമുണ്ട്. ഒപ്പം തന്നെ എന്നാൽ അത്തരം സാധ്യതകളൊന്നും പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ഇവരുടെ നേരത്തെയുള്ള സംഭാഷണങ്ങളോ മറ്റോ ലഭിക്കുമോ എന്ന അടക്കമുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കോക്പിറ്റ് ഓഡിയോ തന്നെ മറ്റ് വല്ല സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം വരും ദിവസങ്ങളിലും നടക്കുമെന്ന് തന്നെയാണ് AIIB ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് എയർലൈൻ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നാടിനെ തന്നെ നടുക്കിയ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു വിമാന അപകടം നടന്ന് 1 മാസം പിന്നിടുകയാണ്. ഇപ്പോഴാണ് ഈ വ്യോമയാന മന്ത്രാലയത്തിന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിലാണ് ഇക്കാര്യം വ്യക്തമായി പറയുന്നതും. എന്തായാലും സംഭവത്തിൽ ഇനി എന്ത് സംഭവിച്ചു, ഇന്ധന സ്വിച്ചിന് എന്ത് സംഭവിച്ചു, അതെങ്ങനെ ഓഫ് ചെയ്തു, ഇതാണ് ഇനി എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുമ്പോൾ സ്വാഭാവികമായും ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ പലതരത്തിലുള്ള നിഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചതാണ്. ഈ ബോയിങ്ങിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ പല ഘട്ടത്തിലും ഉയർന്നു വന്നതാണ്. ഇത്തരത്തിൽ കാര്യക്ഷമമല്ല, പ്രവർത്തനക്ഷമമല്ലാത്ത ബോയിങ്ങുകളാണ് ഇപ്പോൾ ഈ എയർലൈൻ രംഗത്ത് ഉള്ളത് എന്നത് സംബന്ധിച്ചൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ എയർക്രാഫ്റ്റിന്റെ കാര്യക്ഷമതയെ, പ്രവർത്തനക്ഷമതയിലേക്ക് വിരൽ ചൂണ്ടുക കൂടിയാണോ ഈ ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായും അതായത് ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഈ രാജ്യത്തുടനീളമുള്ള ഈ വിമാനങ്ങളുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച്, റൺവേകളെ കുറിച്ചൊക്കെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. ഇതിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അതായത് പല വിമാനങ്ങൾക്കും കാര്യക്ഷമമല്ല അവരുടെ പ്രവർത്തനം. ഒപ്പം തന്നെ ഈ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അടക്കം അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി അവർ അത് അന്വേഷിക്കുന്നില്ല. അവരുടെ ഈ മറ്റു കാര്യങ്ങൾ, അതായത് ഇത് നവീകരണ പ്രവർത്തികൾ അടക്കം നടക്കുന്നില്ല എന്നൊക്കെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ഒപ്പം റൺവേ ലൈനുകൾ അടക്കം മായഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതടക്കം കൃത്യമായി പുതുക്കാത്ത ഒരു സാഹചര്യം, ഇങ്ങനെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒരുപാട് കണ്ടെത്തലുകൾ വന്നിരുന്നു. ഇതൊക്കെ ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതാണ്. ഈ എയർക്രാഫ്റ്റുമായി ഒരു കമ്പനിയെ മാത്രം
മാത്രമല്ല മറിച്ച് മൊത്തം ഈ നിരവധി കമ്പനികൾക്ക് നേരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ് ഈ അപകടത്തിൽ അഹമ്മദാബാദ് വിമാന അപകടത്തിലേക്ക് നയിച്ച വിമാനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ യാത്രക്കാരടക്കം ഇതിന് തൊട്ട് മുൻപ് അഹമ്മദാബാദിലേക്ക് വിമാനാപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ഇതേ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നവരുടെ വീഡിയോ അടക്കം അന്ന് പുറത്തു വന്നിരുന്നു. അതായത് AC അടക്കം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല, വിമാനം എടുക്കാൻ വൈകുന്നു എന്നതടക്കം കാണിച്ചുകൊണ്ട് യാത്രക്കാർ തന്നെ അന്ന് വീഡിയോ ചിത്രീകരിച്ച് അത് പുറത്ത് വിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ വലിയ വിമർശനമാണ് എയർലൈനെതിരെ ഉയർന്നിരുന്നതും. എന്തായാലും ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിലൂടെ, അതായത് ഈ പൈലറ്റുമാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നത് ഒരു കണ്ടെത്തലാണ്. ഒപ്പം തന്നെ കോക്പിറ്റ് ഓഡിയോ പുറത്തു വരുന്നതിലൂടെ ഈ പൈലറ്റുമാരല്ല ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്നൊരു നിഗമനത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് എയർലൈനിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ്. കൃത്യമായി ഈ വിമാനം പരിശോധന നടത്താത്തതിന്റെയും കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിന്റെയും ഒരു വീഴ്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും വിമർശനങ്ങൾ ഉയരുകയാണ്. അതിലേക്ക് കൂടി നയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട്. എന്തായാലും പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ധന സ്വിച്ച് ഓഫായി. ഇതോടുകൂടി തന്നെ 1 സെക്കൻഡ് ഇടവേളയിൽ 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചു. ഇതാണ് അപകടത്തിനിടയാക്കിയത്. വെറും 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നുയർന്നത്. അതിനുശേഷം പൊട്ടിത്തെറിക്കുകയായിരുന്നു. റൺവേയുടെ കട്ട് ഓഫിലേക്ക് ചേർന്നായിരുന്നു അപകടം നടന്നിരുന്നത്. ഒപ്പം തന്നെ കോക്പിറ്റ് ഓഡിയോ പുറത്തു വന്നു. അതിൽ ഇന്ധന സ്വിച്ച് എന്തിന് ഓഫ് ചെയ്തു എന്ന് പൈലറ്റ് ചോദിക്കുന്നുണ്ട്. താനല്ല ഓഫ് ചെയ്ത് എന്ന് സഹ പൈലറ്റ് മറുപടി പറയുന്നുണ്ട്. എന്തായാലും ഇന്ധന സ്വിച്ച് ഇപ്പോഴും അവശേഷിക്കുകയാണ്. ആ വിഷയത്തിലാണ് ഇനി അന്വേഷണം പുരോഗമിക്കേണ്ടത്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏത് പൈലറ്റാണ് ഇത്തരത്തിൽ മറുപടി നൽകിയത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വിമാനം നിയന്ത്രിച്ചിരുന്നത് കോ പൈലറ്റാണ്. പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയാണ് ഉണ്ടായത്. 32 സെക്കൻഡിനുള്ളിലാണ് ഈ വലിയ ദുരന്തം നടന്നത്. ഈ പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തന്നെ ഈ എഞ്ചിനിലേക്കുള്ള ഫ്യൂവലിന്റെ പ്രവാഹം നിലയ്ക്കുകയായിരുന്നു. ആ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. BJP സംസ്ഥാന കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ രാത്രിയാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തക കൺവെൻഷനിലും സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അമിത്ഷാ കേരളത്തിലെത്തുന്നത് രാഷ്ട്രീയമായി സുപ്രധാനമാണ്. വൈകിട്ട് കണ്ണൂരിലേക്ക് പോകുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങും. സാരംഗ് സുധാകരനും KP അഭിലാഷുമാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുക. ആദ്യം സാരംഗ് സുധാകറിലേക്ക് പോവുകയാണ്. സാരംഗ്, വെരി ഗുഡ് മോർണിംഗ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയിരിക്കുകയാണ് തലസ്ഥാനത്ത്. പ്രധാനപ്പെട്ട പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ആദ്യം BJPയുടെ സംസ്ഥാന കാര്യാലയത്തിന് ഉദ്ഘാടനം, അതിനുശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പൊതുയോഗം. പുതിയ ടീമിനെ സജ്ജമാക്കിയിരിക്കുകയാണ് BJP. അവരുമായി ഉള്ള കോർ കമ്മിറ്റി യോഗം. അങ്ങനെ പ്രധാനപ്പെട്ട പരിപാടികളിലാണ് ഇന്ന് അമിത്ഷാ പങ്കെടുക്കുന്നത്. അതിന്റെ സമയക്രമമടക്കമുള്ള പ്രാഥമികമായ വിശദാംശങ്ങളിലേക്ക് ആദ്യം. തീർച്ചയായും ഇന്നലെ രാത്രി 12:30 കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ഇന്ന് രാവിലെ തന്നെ, അതായത് 12:30 കൂടി എത്തിയതിനു ശേഷം ഇന്ന് രാവിലെയാണ് ആദ്യത്തെ പരിപാടി BJP സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനൊപ്പം തന്നെ ഇവിടെ വൃക്ഷത്തൈ നടും. ഒപ്പം ഇത്തരത്തിലുള്ള ഈ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും ഈ പൊതുപരിപാടിയിലേക്ക് പോവുക. രാവിലെ തന്നെ 11:30 കൂടിയാണ് ഈ പുത്തരിക്കണ്ടത്തെ പൊതുപരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു മുൻപ് തന്നെ 11 മണിക്ക് ഈ കാര്യാലയത്തിന്റെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കും. ഒപ്പം തന്നെ ഇവിടെ ഒരു വൃക്ഷത്തൈ അദ്ദേഹം നടും. ഈ BJP ഓഫീസിന് ഫ്രണ്ടിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു കൊടി ഉയർത്തിയ ശേഷമായിരിക്കും അദ്ദേഹം നാടമുറിച്ച് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ഒരു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതിനുശേഷം 11:30 പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അതിന് മുൻപ് തന്നെ ഈ പുതിയ ടീമിനെ BJP ഇന്നലെ പ്രഖ്യാപിച്ച, അദ്ദേഹം ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് പ്രഖ്യാപിച്ച കോർ ടീമുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. മാത്രമല്ല അടുത്ത വർഷത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റും ചർച്ചയിൽ ഘടകമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 5 നിലയിലുള്ള കെട്ടിടം അദ്ദേഹം മൊത്തമായി കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് അദ്ദേഹം പിന്നെ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പൊതുപരിപാടിക്ക് ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂരിൽ രാജരാജേശ്വരി ക്ഷേത്രവും
ക്ഷേത്രവും സന്ദർശിച്ച ശേഷമായിരിക്കും അദ്ദേഹം തിരിച്ചു പോവുക. ഈ ഒരു കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ നോക്കുകയാണ്. 5 നില കെട്ടിടം ആണ് ഈ സംസ്ഥാന കാര്യാലയത്തിന്റെ കെട്ടിടത്തിന്റെ വിശേഷങ്ങൾ നോക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 60,000 ചതുരശ്ര അടിയിലാണ് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇവിടെ ജനസംഘത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജിയുടെയും പണ്ഡിറ്റ് ദീനദയാലിന്റെയും ശിലാഫലകങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹം അനാച്ഛാദനം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ നമ്മളെ കാഴ്ചയിൽ കാണുന്ന ഈ വിളക്ക് അദ്ദേഹം തെളിയിക്കും. അതിനുശേഷം ഇവിടുത്തെ യോഗത്തിന് ശേഷമായിരിക്കും അദ്ദേഹം പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പോവുക എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അറിയാം. സാരംഗ് സുധാകരനാണ്. ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ നിന്നാണ് സാരംഗ് നമുക്കൊപ്പം ചേർന്നത്. അമിത്ഷാ കേരളത്തിലെത്തിയതിനു ശേഷം ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യപരിപാടിയിൽ ആദ്യം സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിക്കുക. അതിനുശേഷം കോർ കമ്മിറ്റി യോഗം, അതിനുശേഷമാണ് പുത്തരിക്കണ്ടത്തെ യോഗത്തിലേക്ക് കടക്കുക, പൊതുയോഗത്തിലേക്ക് കടക്കുക. KP അഭിലാഷ് കൂടി നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. KP, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള BJPയുടെ പ്രവർത്തനങ്ങൾ അത് സജീവമായി നടക്കുകയാണ്. ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അതിനെ പ്രധാനപ്പെട്ട ചവിട്ടുപടിയായിട്ടാണ് BJP കാണുന്നത്. പുതിയ ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ആ പുതിയ ടീമിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനും അതുവഴി പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാനുമാണ് BJP ആലോചിക്കുന്നത്. അപ്പോൾ ആ തന്ത്രങ്ങൾ മിനയുന്നതിനിടയിലാണ് അമിത്ഷാ കേരളത്തിലെത്തിയിട്ടുള്ളത്. അദ്ദേഹം പുതിയ ടീമുമായി സംസാരിക്കും. പൊതുയോഗത്തിൽ ഈ വാർഡ് തല സംഗമത്തിലാണ് സംസാരിക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഏറെ സുപ്രധാനപ്പെട്ട ഒരു സന്ദർശനമല്ലേ ഇത്? ആര്യ, ഗുഡ് മോർണിംഗ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തിയിട്ടുള്ളത് എങ്കിൽ പോലും ആ സന്ദർശനത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കുന്നതിനു കൂടി തന്നെയാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ചാണക്യന്മാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നവരുടെ പട്ടികയിൽ വരുന്ന ആൾ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദി ഹൃദയഭൂമിക്ക് അപ്പുറത്ത് ദക്ഷിണേന്ത്യയിലേക്ക് BJPയുടെ വേരോട്ടം വ്യാപിപ്പിക്കുക എന്നത് കാലങ്ങളായി BJPയുടെ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായി തന്നെ കേരളത്തിലും പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുക, അതോടൊപ്പം തന്നെ വോട്ട് ശതമാനം ഉയർത്തുക, വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ആ വോട്ട് ശതമാനത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് BJPയുടെ ദേശീയ നേതൃത്വം കാലങ്ങളായി ആഗ്രഹിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അവരുടെ, അതായത് BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലില്ല എന്നതാണ് വസ്തുത. ഒരുപക്ഷെ രാഷ്ട്രീയ വിമർശനമായും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒന്ന് തന്നെയാണിത്. പലപ്പോഴായി BJPയുടെ ദേശീയ നേതൃത്വം പല തന്ത്രങ്ങളും ഇതിന്റെ ഭാഗമായി മെനഞ്ഞു നോക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കുമ്മനം രാജശേഖരനെ പോലെയുള്ളവർ, V മുരളീധരനെ പോലെയുള്ളവർ, K സുരേന്ദ്രനെ പോലെയുള്ളവരെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരാക്കിക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിയത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തന്ത്രങ്ങളിൽ ഒന്നാണ് രാജീവ് ചന്ദ്രശേഖർ, അതായത് കേരള രാഷ്ട്രീയത്തിൽ അത്ര പരിചയസമ്പന്നൻ അല്ലാത്ത ഒരു ബിസിനസ്മാനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിക്കൊണ്ട് ഉള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറെടുത്തത്. പക്ഷേ അപ്പോഴും പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ പൂർണ്ണമായും ഇല്ലാതായില്ല എന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാളല്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകേണ്ടത് എന്ന വിമർശനം വലിയ തോതിൽ V മുരളീധര പക്ഷത്ത് നിന്നും ഉയർന്നു വന്ന സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാമല്ലോ ആര്യ, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ രാഷ്ട്രീയത്തിന് ഒരു പ്രവർത്തന ശൈലിയുണ്ട്, ഒരു പ്രവർത്തന രീതിയുണ്ട്. അതായത് സജീവമായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുക, സമകാലിക വിഷയങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായ പ്രതികരണങ്ങൾ നടത്തുക, ഒപ്പം സർക്കാരിനെതിരായ പോരാട്ടങ്ങൾ നയിക്കുക. ഇതാണ് പൊതുവെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതി. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഈ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വികസനം എന്ന വാക്ക് മാത്രമാണ്. അതായത് നരേന്ദ്രമോദി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്കും എത്തേണ്ടതുണ്ട്. അതിന് കേരളത്തിൽ BJPയെ വിജയിപ്പിക്കണം എന്ന ആവശ്യം ആണ് രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും ഉന്നയിക്കുന്നത്. എന്നാൽ അതുമാത്രം പോരാ, സമരമുഖത്ത് സജീവമാകണം, വിഷയങ്ങളോട് പ്രതികരിക്കണം എന്ന മട്ടിലുള്ള നിലപാടാണ് സുരേന്ദ്ര പക്ഷത്തും അതോടൊപ്പം തന്നെ V മുരളീധര പക്ഷത്തുമൊക്കെ ആവർത്തിക്കപ്പെടുന്നത്. അത് പാർട്ടിക്കുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം BJPയുടെ ദേശീയ നേതൃത്വത്തിന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടീം ഇപ്പോൾ തയ്യാറാക്കി നിൽക്കുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖരൻ ടീം ഇപ്പോൾ സെറ്റായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ടീമിനെ പരിശോധിക്കുമ്പോൾ BJPയിലെ സമവാക്യങ്ങൾ
കാര്യങ്ങൾ മാറിമറിയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വി മുരളീധര പക്ഷത്തിന്റെ ആധിപത്യം ആയിരുന്നു BJP-യിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു, അതിനു മുമ്പ് BJP-യുടെ അധ്യക്ഷനായിരുന്നു. വി മുരളീധരനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കെ സുരേന്ദ്രനായിരുന്നു BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ. ഇപ്പോൾ വി മുരളീധരന് കേന്ദ്രമന്ത്രിസ്ഥാനം നഷ്ടമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുരളീധര പക്ഷത്തുള്ള ആരും തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട പദവികളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ പേരുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. MT രമേശും ശോഭാ സുരേന്ദ്രനും S സുരേഷും അനൂപ് ആന്റണിയുമാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇത് തന്നെ ശോഭാ സുരേന്ദ്രന്റെ വിഷയം മാത്രം പരിശോധിച്ചാൽ അത് സുരേന്ദ്രപക്ഷത്തിന് കടുത്ത തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സംസ്ഥാന അധ്യക്ഷനായി സുരേന്ദ്രൻ പ്രവർത്തിച്ചിരുന്ന സമയത്തടക്കം ഏറെ ഒതുക്കപ്പെട്ട നേതാവ് എന്നുള്ളതായിരുന്നു ശോഭാ സുരേന്ദ്രന് ഉണ്ടായിട്ടുള്ള പരാതി. ഈ പരാതി ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ ഡൽഹിയിലെത്തി നേരിട്ട് അറിയിക്കുകയും ചെയ്തതാണ്. തനിക്ക് വേദികൾ ലഭിക്കുന്നില്ല, തനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ തീപ്പൊരി നേതാക്കളിൽ ഒരാളായി തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ കാണുന്നത്. മാത്രവുമല്ല, ഒരു വനിതാ നേതാവ് ഇത്രയും ശക്തിയായി രംഗത്ത് വരുന്നു എന്നുള്ളതുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നേതാവിനെ മൂലക്കിരുത്തുന്ന സമീപനമായിരുന്നു മുരളീധര പക്ഷം അധികാരം കയ്യേറിയപ്പോൾ ഉണ്ടായിരുന്നത് എങ്കിൽ ശോഭാ സുരേന്ദ്രന് അടക്കം വളരെ പ്രധാനപ്പെട്ട ചുമതല ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി വി മുരളീധര പക്ഷത്തിന് ഉണ്ടാകുന്ന തിരിച്ചടിയാണ്. അതോടൊപ്പം തന്നെ കൃഷ്ണദാസ് പക്ഷം, അതായത് മുരളീധര പക്ഷത്തിന് താല്പര്യമില്ലാത്ത കൃഷ്ണദാസ് പക്ഷത്ത് നിന്നുള്ള ആളുകൾക്കടക്കം ആണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും പട്ടിക പരിശോധിച്ചാൽ ഇടം നൽകിയിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു തന്ത്രത്തിന്, അതായത് പുതിയ ടീമിനെ തയ്യാറാക്കി നിർത്തിക്കൊണ്ട് കൂടുതൽ കരുത്തുറ്റ ഒരു പ്രവർത്തനം നടത്തുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അവിടെ അനൂപ് ആന്റണിയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു. ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഇടം നേടുന്നു. ശ്രീലേഖ IPS കൂടി ആ പട്ടികയിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ തന്ത്രമാണ് ഒരുക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാവാണ് അനൂപ് ആന്റണി. ക്രിസ്ത്യൻ ബെൽറ്റുകൾക്ക് കൃത്യമായ പരിഗണന ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ ആര്യ, അതായത് കഴിഞ്ഞ കുറേ നാളുകളായി BJP-യോട് തൊട്ടുകൂടായ്മ പുലർത്തിയിരുന്ന സമുദായങ്ങൾ ഇപ്പോൾ അടുത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിലെ വലിയൊരു ശതമാനം ആളുകളെങ്കിലും BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നത് വ്യക്തമാണ്. അപ്പോൾ പുതിയ തന്ത്രം ഒരിക്കലും അതേ കാർഡ് തന്നെ ഉപയോഗിക്കാനാണോ ഇനിയും BJP ആലോചിക്കുന്നത്? പുതിയ തന്ത്രങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആലോചിക്കുന്നുണ്ട്? ഇപ്പോൾ KP സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയിലേക്ക് ഒരു BJP അംഗത്തെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു അംഗത്തെ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് അയക്കാൻ കഴിഞ്ഞത് BJP-യുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ ഉപയോഗിച്ചിട്ടുള്ള തന്ത്രങ്ങൾ, ആ കാർഡിനപ്പുറം പുതിയ എന്തൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരിക്കാം ഇനിയുള്ള BJP-യുടെ പ്രവർത്തനങ്ങൾ? തീർച്ചയായും ആര്യ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ കഴിയുന്നത്ര തദ്ദേശ സ്ഥാപനങ്ങളെ ഇത്തവണ പിടിച്ചെടുക്കുക എന്ന തന്ത്രമാണ് BJP ആദ്യം തയ്യാറാക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ BJP-യാണ് പ്രതിപക്ഷത്ത് നിൽക്കുന്നത്. എപ്പോഴും നിരന്തരമായി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പോരാട്ടത്തിൽ ഏർപ്പെടുകയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു തിരുവനന്തപുരം എന്നത് നമുക്കറിയാം. ഒരു പക്ഷേ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയായി മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം BJP അത്തരത്തിലാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുക എന്നുള്ളതാണ്. ആര് ചോദിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം എന്ത് തന്ത്രമാകും BJP ഒരുക്കുക എന്നുള്ളതാണ്. അവിടെ ആര് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ BJP-ക്ക് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, ആറ്റിങ്ങൽ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക, തൃശൂർ, ഒല്ലൂർ, മണലൂർ മണ്ഡലങ്ങളിൽ BJP ആയിരുന്നു നിയമസഭകളിൽ 1ാം സ്ഥാനത്തെത്തിയത് എന്ന് മാത്രവുമല്ല, 2ാം സ്ഥാനത്ത് തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിങ്കര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നിവിടങ്ങളിൽ 2ാം സ്ഥാനത്തുമെത്തി. ഇതിൽ തന്നെ ഇപ്പോൾ മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങൾ ആണ്. ഒരു പക്ഷേ ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വീകാര്യനായ നേതാക്കളെ അവിടെ മത്സരത്തിനിറക്കുകയും ചെയ്താൽ കേരളത്തിന്റെ ഭൂപടത്തിൽ പലയിടങ്ങളിലും BJP-ക്ക് വിജയക്കൊടി പാറിക്കാൻ സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് BJP-ക്കുള്ളത്. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിലെടുത്തു പറയേണ്ടത് ഇപ്പോൾ സുരേഷ് ഗോപിയാണ്.
കേരളത്തിൽ നിന്ന് BJPയുടെ ഒരു പാർലമെന്റ് അംഗമായി ആദ്യമായി ലോക്സഭയിലേക്ക് എത്തുന്നത്. മൂവാറ്റുപുഴയിൽ നിന്ന് PC തോമസ് നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിലും അത് BJP ടിക്കറ്റിൽ എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. O രാജഗോപാൽ മാത്രമാണ് നിയമസഭയിലേക്ക് BJP ടിക്കറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആര്യ, BJPയെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടല്ല, രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ മുതലെടുക്കാം, അതാണ് BJP ഓരോ തെരഞ്ഞെടുപ്പിലും തന്ത്രമായി ഒരുക്കുന്നത്. ആ തന്ത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി, അത് BJPയുടെ വോട്ടുകളല്ല, ഒരിക്കലും BJPയുടെ വോട്ടുകൾ നേടിക്കൊണ്ട് കേരളത്തിൽ നിന്ന് ഒരംഗത്തെ പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നത് സാധ്യമാകുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്നു. സുരേഷ് ഗോപി എന്ന നേതാവിനെ അവിടെ കൃത്യമായി അവതരിപ്പിക്കുന്നു. സുരേഷ് ഗോപി ആകട്ടെ സംസ്ഥാന നേതൃത്വവുമായി എപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ K സുരേന്ദ്രനായിരുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷനെങ്കിലും സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് നേതൃത്വവുമായി അമിത്ഷായുമായി നേരിട്ടാണ് ബന്ധം, JP നദ്ദയുമായാണ് ഞാൻ സംസാരിക്കാറ് എന്ന് പറയുമ്പോൾ കൃത്യമായി സംസ്ഥാന നേതൃത്വത്തെ വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സുരേഷ് ഗോപി. അദ്ദേഹം ഒരു 24 അവർ പൊളിറ്റീഷ്യനുമല്ല. അങ്ങനെയുള്ള ഒരാളെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചാൽ ജയിക്കാൻ സാധിക്കുമെന്ന തന്ത്രങ്ങളിൽ അടക്കം കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ പങ്കുണ്ട്. കേന്ദ്ര നേതൃത്വം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മണ്ഡലങ്ങൾ ക്ലാസ് ചെയ്യുക എന്നത് തന്നെയായിരിക്കും BJP നടത്താൻ പോകുന്ന തന്ത്രം. BJP പൊതുവെ ഏതെങ്കിലും ഒരു മേഖല പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. BJP ആദ്യം ചില മണ്ഡലങ്ങളെ ലിസ്റ്റ് ചെയ്യും. ആ മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനെ A ക്ലാസ് മണ്ഡലം എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുകയും കൂടുതൽ നേതാക്കളെ അവിടേക്ക് ഇറക്കുകയും അവിടെ കൂടുതൽ, അതായത് വിജയിക്കും ഞങ്ങൾ എന്ന മട്ടിലുള്ള പ്രചാരണമടക്കം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടുക എന്നുള്ളതാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ടതാണ് A ക്ലാസ് മണ്ഡലങ്ങൾ ഇത്തരത്തിൽ KP പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി അടുത്തിരിക്കെ, പടിവാതിക്കലിൽ എത്തി നിൽക്കെ അത്തരത്തിൽ ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ BJP ഈ ഘട്ടത്തിൽ നടത്തിയതിനു ശേഷം പുറത്തേക്ക് ആ ലിസ്റ്റ് വിടുന്നുണ്ടോ, അതേതൊക്കെയാണ് അവർ മുന്നിൽ കാണുന്ന ആ A ക്ലാസ് മണ്ഡലങ്ങൾ എന്നതിനെ സംബന്ധിച്ച് സൂചനയുണ്ടോ? നമുക്ക് നിലവിൽ അത്തരത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ചേശ്വരവും കാസർഗോഡും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, ഇപ്പോൾ ഇതിൽ രാഷ്ട്രീയ കാര്യങ്ങൾ മാറിമറിയുന്നത്, എടുത്തു പറയേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ നോക്കൂ, ശശി തരൂർ കോൺഗ്രസിന്റെ MP ആയത് മുതൽ വലിയ വിവാദങ്ങളുണ്ട്. അദ്ദേഹം കാലിത്തൊഴുത്ത് പരാമർശം നടത്തിയത് ഉൾപ്പെടെ പലപ്പോഴും വാർത്തകളിൽ നിറയുന്ന ഒന്നാണ്. പക്ഷേ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തുടർച്ചയായി കോൺഗ്രസിനെ വിമർശിക്കുന്നു, നേതൃത്വത്തെ വിമർശിക്കുന്നു, ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. അതേസമയം തന്നെ മറുഭാഗത്ത് മോദിയെ പുകഴ്ത്തുന്നു. നമുക്കറിയാം, ഒരു പക്ഷേ മഹാരാഷ്ട്രയിൽ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഒരു സർക്കാരിനെ തന്നെ താഴെ ഇറക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ തിരുവനന്തപുരം പോലെ BJPക്ക് ഏറ്റവും ഫലഭൂയിഷ്ടമായ ഒരു മണ്ണ്, ആ മണ്ണിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ഒരുപക്ഷെ BJPക്ക് സാധിച്ചേക്കാം. ശശി തരൂർ എന്ന MPയെ കോൺഗ്രസ് പുറത്താക്കുകയോ അല്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരികയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നമുക്ക് തള്ളിക്കളയാനാകില്ല. അവിടെ ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയുള്ള തന്ത്രങ്ങൾ BJP മെനയാറുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഭൂമികയെ അനുകൂലമാക്കി മാറ്റുക എന്ന തന്ത്രം, ഇപ്പോൾ ശശി തരൂർ എന്ന സ്ഥാനാർത്ഥി മത്സരിച്ചതുകൊണ്ട് കൂടിയാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന് വിജയക്കൊടി പാറിക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് അതിന്റെ മറുതന്ത്രം മെനയുന്നുണ്ട്. കൂടുതൽ കോൺഗ്രസ് അനുഭാവികളെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സർവേയൊക്കെ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പോലും BJP അങ്ങനെയുള്ള പ്രതീക്ഷകൾ പോലും വെച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പോൾ അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ, പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അത് ഒരു ഭരണ കേന്ദ്രമായി മാറണം. അതായത് BJPയുടെ പാർട്ടി ഓഫീസ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്ന ഭരണ കേന്ദ്രമായി മാറണം എന്ന നിർദ്ദേശം തന്നെയാകും അമിത്ഷാ ഈ പാർട്ടി നേതാക്കൾക്ക്, പുതിയ ഭാരവാഹികൾക്ക് നൽകാൻ പോകുന്നത്. അവിടെയാണ് ഒരു ടീം എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇപ്പോൾ ഒരു സംഘടിതമായ ടീം, അതായത് വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടാകുന്നവരെ കൃത്യമായി അതിൻ്റെ മുനയൊടിച്ചുകൊണ്ട് വിജയം എന്ന ലക്ഷ്യത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്താനായിരിക്കും ജനറൽ സെക്രട്ടറിമാർക്കും ഒപ്പം വൈസ് പ്രസിഡന്റുമാർക്കും അമിത്ഷായുടെ നിർദ്ദേശം. വിഭാഗീയത പ്രവർത്തനങ്ങൾ ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്നും ഏറ്റവും അനുകൂലമാകുന്ന
ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. കാരണം 2 തവണയായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുന്നു. എല്ലാ സർവേകളിൽ നിന്നും അഭിപ്രായ സ്വരൂപണത്തിൽ നിന്നുമൊക്കെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ BJPക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, BJPക്ക് എവിടെയൊക്കെ വിജയിക്കാൻ സാധിക്കും, അവിടെ ഫോക്കസ് ചെയ്യുക. അത്തരം ചില മണ്ഡലങ്ങൾ നേരത്തെ തന്നെ BJP ഇപ്പോൾ നേമം പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ BJP നേരത്തെ തന്നെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കിയാൽ അവിടെ എങ്ങനെ രാഷ്ട്രീയം മെനഞ്ഞാൽ, തന്ത്രങ്ങൾ മെനഞ്ഞാൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാകും. ഓരോ മണ്ഡലത്തിലും ഓരോ തന്ത്രങ്ങൾ തന്നെയായിരിക്കും BJP മെനയാൻ പോകുന്നത്. അതിനപ്പുറത്ത് ഒരു പൊതു ചിത്രത്തിൽ നിന്നുകൊണ്ടോ ഒരു പൊതു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നുകൊണ്ടോ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത്. അവിടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നത്ര അനുകൂലമാകുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കുക, തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കുക, അതിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അങ്ങനെ അതായത് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയം, അതേസമയം MT രമേശിനെ പോലെ, ശോഭാ സുരേന്ദ്രനെ പോലെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുന്ന, പോരാട്ടങ്ങൾ നടത്തുന്ന, പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കളെ അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് BJP ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമം നടത്താൻ പോകുന്നത് ആര്യ. തീർച്ചയായും അമിത്ഷായുടെ കേരള സന്ദർശനം എത്രത്തോളം രാഷ്ട്രീയമായി സുപ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് KP അഭിലാഷ് വളരെ കൃത്യവും വ്യക്തവുമായി നമ്മളുമായി പങ്കുവച്ചത്. 5 നിലകളിലായാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഈ BJPയുടെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനത്തിന് ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത്. 2 ബേസ്മെന്റ് അടക്കം 60,000 സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഹെൽപ്പ് ഡെസ്ക് മുതൽ പ്രവർത്തകർക്ക് താമസിക്കാനുള്ള ഡോർമെട്രി സൗകര്യം വരെ ഈ കെട്ടിടത്തിലുണ്ട്. നമുക്ക് വിശദമായി എങ്ങനെയാണ് ആ കെട്ടിടം സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന BJP നേതൃത്വത്തിന്റെ ചിരകാല അഭിലാഷമായ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് പകൽ 11 മണിയോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. 60,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളോടുകൂടിയാണ് ഈ കെട്ടിടം ഒരുക്കിയിരിക്കുന്നത്. 2 ബേസ്മെന്റും മറ്റു നിലകളുമായി ഡോർമെട്രിയും റൂം സൗകര്യങ്ങളും ഒപ്പം കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്കും മറ്റും ഈ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അമിത്ഷാ തന്നെയാണ് മുൻപ് നിർവഹിച്ചത്. അദ്ദേഹം തന്നെയാണ് ഇന്ന് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നത്. ഒപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ, അതിനൊപ്പം തന്നെ ജനസംഘത്തിന്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി, പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ് എന്നിവരുടെ ശിലാഫലകങ്ങളും മീഡിയ റൂം, ക്യാന്റീൻ, മറ്റ് റിസപ്ഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത് ഈ കെട്ടിടത്തിന്റെ 1ാമത്തെ നിലയിൽ നിന്നായിരിക്കും. ഈ കെട്ടിടത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെയും മറ്റ് ഓഫീസ് സെക്രട്ടറിമാരുടെയും ഒക്കെ മുറികളാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാഴ്ചകളിൽ കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ പേരും അവരുടെ ടേമും കാര്യങ്ങളെല്ലാം ഇവിടെ ശിലാഫലകത്തിൽ കോറിവെച്ചിട്ടുണ്ട്. ഇതേ നിലയിൽ തന്നെ 400ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വലിയൊരു കോൺഫറൻസ് ഹാളും ഒപ്പം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാഴ്ചയിൽ കാണാം, മറ്റ് രാഷ്ട്രീയ ചർച്ചകളും മറ്റും ഈ കെട്ടിടത്തിൽ ഈ ഒരു ഹാളിൽ വെച്ചായിരിക്കും നടക്കുക. 2ാമത്തെ നിലയിൽ മിനി ലൈബ്രറിയും ഒപ്പം തന്നെ മിനി കോൺഫറൻസ് ഹാളും ഒപ്പം സംസ്ഥാന അധ്യക്ഷന്മാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും മഹിളാ മോർച്ചയുടെയും ഓഫീസുകളും ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ BJP സംസ്ഥാന ഘടകത്തിന്റെ സോഷ്യൽ മീഡിയ വിങ്ങും ഒപ്പം മീഡിയ വിങ്ങും ഈ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. 4ഉം 5ഉം നിലകളിൽ ഡോർമെട്രികളും മറ്റ് ഉയർന്ന നേതാക്കൾക്കുള്ള മുറികളുമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 5 നിലകളോളമുള്ള ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി അണികളെല്ലാം ഉയർന്ന ആവേശത്തിലുമാണ്. ക്യാമറാമാൻ ബിബിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് BJPയുടെ പുതിയ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് ഇന്ന് അമിത്ഷാ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സംസ്ഥാന കാര്യാലയം. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ AICC മുൻ പ്രസിഡന്റും മലയാളിയുമായ ചേറ്റൂർ ശങ്കരൻ നായരെ ചൊല്ലി വീണ്ടും രാഷ്ട്രീയ വിവാദം. കോൺഗ്രസും BJPയും ചേറ്റൂർ ജന്മദിന അനുസ്മരണം നടത്തിയതിന് പിന്നാലെയാണ് വിവാദം. ചേറ്റൂരിനെ വിസ്മരിച്ചവരാണ് കോൺഗ്രസ് നേതൃത്വമെന്ന നിലപാടിലാണ് BJP. സ്വന്തം പാർട്ടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റ് നേതാക്കളെ സ്വന്തമാക്കാൻ BJP ശ്രമിക്കുന്നതെന്ന വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തി. മങ്കരയിലെ ചേറ്റൂർ സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് അനുസ്മരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് പറളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പുഷ്പാർച്ചന നടത്തിയത്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ പ്രതികൂല കാലാവസ്ഥയെയും മറികടന്നുകൊണ്ട് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ ഈ പുഷ്പാർച്ചന നടത്തിയത് അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ പ്രവർത്തകരും ഈ ജന്മനാടും എന്നും സ്മരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തി.
പാലക്കാട് DCCയിലും ചേറ്റൂർ ജന്മദിനാനുസ്മരണ യോഗം ചേർന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതിയാണ് RSS നേതാക്കൾ പുറത്തിറങ്ങിയതെന്നും സ്വന്തം പാർട്ടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ള നേതാക്കളെ സ്വന്തമാക്കാൻ BJP ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുക, ബഹുമാനിക്കുക, ഇപ്പൊ കടമെടുക്കാൻ വേണ്ടി നടക്കുക. അത് ജനങ്ങൾ തിരിച്ചറിയും. ഇതെന്തായാലും നടക്കുന്ന കാര്യമല്ലല്ലോ, വ്യാമോഹം മാത്രമല്ലേ. ചേറ്റൂരിനോട് കോൺഗ്രസ് കാണിച്ചത് അനാദരവാണെന്നും ജനങ്ങളിലേക്ക് ചേറ്റൂരിനെ എത്തിക്കാനാണ് BJP അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതെന്നും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഈ കോൺഗ്രസുകാരെ ഇപ്പോഴാണല്ലോ ചേറ്റൂർ ശങ്കരൻ നായരെയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത്. എത്ര തവണ അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് പരിശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അവർ അധികാരത്തിലുണ്ടായിരുന്ന പതിറ്റാണ്ടുകളോളം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ സംഭാവനകളെ ഈ രാജ്യത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് സ്റ്റെപ്പാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും MP-മാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ അവർ അധികാരത്തിലിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിലുണ്ട്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അവരെ വിസ്മൃതിയിൽ ആഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ള ആളുകൾ. 1897 അമരാവതിയിലെ 13ാമത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരനാരായണൻ അഖിലേന്ത്യാ പ്രസിഡന്റായത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ധീരമായ നിലപാടുകൾ സ്വീകരിച്ചു. ഗാന്ധിയുടെ പല ആശയഗതികളോടും വിയോജിപ്പുമുണ്ടായിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 480-ലധികം സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ടു. ആരും അറിയാതെ അവരുടെ മൃതദേഹങ്ങൾ മറു ചെയ്യപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള വാർത്ത ഏറെ ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. അതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സുകൾ ഓരോ ദിവസവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ന്യൂസ് 18. കർണാടകയിലെ ഈ ധർമ്മസ്ഥലയിൽ മലയാളി പെൺകുട്ടികളും ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ സ്ഥിരീകരണം പുറത്തുവരുന്നത്. PU കോളേജ് വിദ്യാർത്ഥിനിയായ പത്മലതയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണ്. പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും പിതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയതുമാണ് പത്മലതയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് കുടുംബം പറയുന്നത്. 57 ദിവസങ്ങൾക്ക് ശേഷം കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ നേത്രാവതി പുഴയ്ക്ക് സമീപമാണ് മൃതദേഹം കണ്ടെടുത്തത്. ധർമ്മസ്ഥലയിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടവരിൽ മലയാളിയുമുണ്ടെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും നമ്മോടൊപ്പം അത്തരത്തിലൊരു മലയാളി കുടുംബം തന്നെ ധർമ്മസ്ഥലയിൽ നിന്നും ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അത് 1986 86 ഡിസംബർ 22 എൻ്റെ അനിയത്തി അവൾ കോളേജിൽ പോയവൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല. കോളേജ് ഡേക്കെന്നും പറഞ്ഞ് പോയത്, എന്നിട്ട് തിരിച്ചു വന്നിട്ടില്ല വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ അവിടെ പോയി തിരക്കിപ്പോൾ അവരുടെ പ്രിൻസിപ്പലും പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞ് ഞങ്ങൾ തിരക്കാം അങ്ങനെയെന്ന് പറഞ്ഞ്. പിന്നെ രണ്ടാമത് അച്ഛൻ പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാ എന്ന് പറഞ്ഞാൽ. അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു അച്ഛൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർണാടകയിലെ കമ്മ്യൂണിസ്റ്റ്. എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ഏത് നിലയിലായിരുന്നു മൃതദേഹം എന്ന് പറഞ്ഞാൽ 56 ദിവസം കഴിഞ്ഞിട്ടാണ്. അത്ര ദിവസം കണ്ടിട്ടില്ല. പോലീസ് കംപ്ലൈൻ്റ് കൊടുത്ത് അവർ തിരക്കുന്നെന്നൊക്കെ പറഞ്ഞ്, എന്നാലും ബോഡി കണ്ടുകിട്ടിയില്ല. പിന്നെ 56 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ എന്തോ ആ സൈഡ് പോയി ആരോ കണ്ടിട്ട് പാർട്ടിക്കാരോട് ആരോടോ പറഞ്ഞിട്ട് അവർ അച്ഛനെ അറിയിച്ചിട്ട് അച്ഛനെ. ഏത് നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്? കൈ രണ്ടും പിന്നെ കാൽ രണ്ടും കെട്ടിയേക്കുമായിരുന്നു. പിന്നെ സ്കെലട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 56 ദിവസമായിരുന്നില്ല, ബോഡി ഫുള്ള് ഇതായിട്ടുണ്ടായിരുന്നു, ഡിക്കായിട്ടുണ്ടായിരുന്നു. എന്തായാലും കയ്യും കാലും കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. പക്ഷെ അപ്പോഴും അത് ഒരു ആത്മഹത്യാ നിലയിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. ഇത് ഈ പോരാട്ടങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നവരിൽ ഒരാളായ ജയന്തിൻ്റെ സഹോദരി കൂടിയാണ് ഈ കൊല്ലപ്പെട്ടത്. മാത്രമല്ല പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. എന്താണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ പറയാനുള്ളത്? നീതി എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം തന്നെ ഒരാൾ വന്നേക്കുന്ന കുഴിച്ചിട്ടവരുടെ ഇത് എടുത്തു തരാമെന്ന് പറഞ്ഞു, ഡെഡ് ബോഡി എടുത്തു തരാമെന്ന്. അതുപോലെ എല്ലാവർക്കും കിട്ടണം. ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കും വർത്തമാനം പറയാൻ പറ്റിയല്ല, പേടിച്ച കാര്യം. നിങ്ങൾ ഈ ഇതിനു വേണ്ടി പോരാടുന്ന ഒരാളാണ്, സ്വന്തം സഹോദരി തന്നെ നഷ്ടപ്പെട്ടു, ഒരു മലയാളി ഉണ്ട് എന്നുള്ളതിനൊരു സ്ഥിരീകരണം കൂടിയല്ലേ ഇത്? 100% ഒന്നല്ല. ഇനിയിപ്പം ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് കണ്ടിട്ട് ആൾക്കാർ വരണം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ വന്നവരെ എത്രയോ പേരെ ഇവർ ഇതേപോലെ തന്നെ റേപ്പ് ആൻഡ് മർഡർ ചെയ്തിട്ട് റോഡ് സൈഡിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുഴിച്ചിട്ട് തന്നെ ഇപ്പം വന്നേക്കുന്നത് ഞങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് എങ്ങനെ ആരെങ്കിലും മലയാളീസ് ഉണ്ടെന്ന് മുമ്പിൽ വരണം, വന്ന് കാര്യം പറയണം, ഇങ്ങനെ ഉണ്ട്, അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ. ഈ കാര്യത്തിൽ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു കേസ് ഇത് റീഓപ്പൺ ചെയ്യുന്നതാണോ? എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? ഇത് റീഓപ്പൺ ആവണം. അത്
റീഓപ്പൺ ആവണം. ഞങ്ങൾ പറയാം ആരൊക്കെയാണ് ഈ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തത്, ആരൊക്കെയാണ് ബലാത്സംഗം ചെയ്തത് എല്ലാം ഞങ്ങൾ പറയാം. അവരെല്ലാം എൻക്വയറി ചെയ്യണം. റിപ്പോർട്ടാക്കി ക്ലോസ് ചെയ്ത് അത് ഓപ്പൺ ആവണം. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എന്തായാലും ധർമ്മസ്ഥലയിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ മലയാളി കൂടി ഉണ്ട് എന്നതിന് ഒരു സ്ഥിരീകരണം കൂടിയാണ് ഇപ്പോൾ ന്യൂസ് 18 കൂടി പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കൂടുതൽ പേർ രംഗത്ത് വരുമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും പ്രതീക്ഷിക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ യുവതികൾ ഉൾപ്പെടെ 100ഓളം പേരുടെ മൃതദേഹം മറവു ചെയ്യാൻ നിർബന്ധിതരായെന്ന ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തി കോടതി. ബലാത്സംഗത്തിന് ഇരയായവരെ അടക്കം കുഴിച്ചു മൂടിയെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ശുചീകരണ തൊഴിലാളിക്ക് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്ത തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. ಸಾಕ್ಷಿ ವಿಚಾರವಾಗಿ ನಿನ್ನೆ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಅವ್ರಿಗೆ ಪೊಲೀಸ್ ಪ್ರೊಟೆಕ್ಷನ್ ಮಂಜೂರಾಗಿತ್ತು. ಇಲ್ಲಿನ ಕಮಿಟಿ ಏನಿದೆ ಅವರು ಪರಿಗಣಿಸಿ ಅವರಿಗೆ ಪೊಲೀಸ್ ಪ್ರೊಟೆಕ್ಷನ್ ಕೊಡಬೇಕು ಅಂತೇಳಿ ಸ್ಯಾಂಕ್ಷನ್ ಮಾಡಿದ್ರು. ಇವತ್ತು 164 ಸ್ಟೇಟ್ಮೆಂಟ್ ಅಂದರೆ ಮ್ಯಾಜಿಸ್ಟ್ರೇಟ್ ಎದುರು ಸ್ಟೇಟ್ಮೆಂಟ್ ದಾಖಲಿಸ್ಕೊಳ್ಳೋಕ್ಕೆ ಇವತ್ತು ಅನುಮತಿ ಕೊಟ್ಟಿದ್ದು. ಸೊ ಅದಕ್ಕೋಸ್ಕರ 4 ಗಂಟೆಗೆ ಬಂದಿದ್ವಿ. 4:45 ಬಂದು 1 ಅವರ್ ಪ್ರಕ್ರಿಯೆ ನಡೀತು. ಏನು ಕಂಪ್ಲೇಂಟಲ್ಲಿ ಸ್ಕೆಲೆಟನ್ ಅಥವಾ ಕಲೆವಾರಿ ಏನಿತ್ತು ಅಂತ ಹೇಳಿದ್ದಾರೆ ಅದು ಈಗ ಹ್ಯಾಂಡ್ ಓವರ್ ಮಾಡೋ ಪ್ರಕ್ರಿಯೆ ನಡೀತಾ ಇದೆ. ಫೋರೆನ್ಸಿಕ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಅವರು ಬಂದಿದ್ದಾರೆ, ಈಗ ಮಹಾಜರ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇಷ್ಟು ಇಲ್ಲಿವರೆಗೂ ಆಗಿರೋ ಬೆಳವಣಿಗೆ. ಸೊ ಪೊಲೀಸವ್ರು ಯಾವ ಥರ ನೆಕ್ಸ್ಟು ಇನ್ವೆಸ್ಟಿಗೇಷನ್ನ ತೊಗೊಂಡು ಹೋಗ್ತಾರೆ ನಾವು ರೆಡಿ ಇದ್ದೀವಿ. ಬಟ್ ಭೂತಾಗಿರೋ ಬಾಡಿನ ತೆಗೆಯೋ ವಿಷಯವಾಗಿ ಇವತ್ತು ರೆಡಿ ಇದ್ದೀವಿ. ಸೊ ಆದಷ್ಟು ಬೇಗ ಆದರೆ ಒಳ್ಳೆಯದು. ಅದನ್ನು ನಾವು ಪೊಲೀಸರ ಹತ್ರ ಮನವಿ ಮಾಡ್ಕೋತಾ ಇರೋದು. ಬಿಕಾಸ್ ಸಾಕ್ಷಿನಾಶ ಎಲ್ಲ ಆಗಬಾರ್ದು. ಇಷ್ಟ ಆಗಿದೆ ಸದ್ಯಕ್ಕೆ. ಈಗ ವಿಟ್ನೆಸ್ ಅನ್ನು ಎಲ್ಲಿ ಕೊಂಡು ಹೋಗ್ತಾರೆ ಅಂತೇಳಿ ಪೊಲೀಸ್ ಕಸ್ಟಡಿಯಲ್ಲಿ ಇಲ್ಲ ವಿಟ್ನೆಸ್ನ ಅರೆಸ್ಟ್ ಮಾಡಿಲ್ಲ. ನಮ್ಮ ಜೊತೆ KV ബൈജു കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ കൊലപാതക പരമ്പരകളുടെ വാർത്ത ധർമ്മസ്ഥലയിൽ നിന്ന് വന്നതിന് പിന്നാലെ തൊട്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും അതിന്റെ ഓരോ അപ്ഡേറ്റ്സിനും പിന്നാലെ തന്നെയാണ് KV ബൈജു ഉള്ളത്. ധർമ്മസ്ഥലയിൽ നിന്ന് തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക്, ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് ബൈജു എത്തിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകൾ ഈ ധർമ്മസ്ഥല കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലുള്ളത് എന്തൊക്കെയാണ് ബൈജു? അതിലേക്ക് ആദ്യം. ആര്യ, ഇതിൽ ഏറ്റവും പ്രധാനം മലയാളികളും ഒരുപാട് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള സ്ഥിരീകരണം, അതിനുള്ള സംസാരിക്കുന്ന തെളിവുകളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. അതിനുമപ്പുറം ഈ ശുചീകരണ തൊഴിലാളി, ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ, അത് കോടതി കൃത്യമായി 1 മണിക്കൂറോളം കേട്ടു. ഇദ്ദേഹത്തെ ഈ കേസിൽ സാക്ഷിയായാണ് ഇപ്പോൾ ഉള്ളത്, പട്ടികയിലുള്ളത്. അത് അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം കുഴിച്ച് പരിശോധിക്കാൻ കോടതിയോട് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പോലീസിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരാഴ്ചക്കകം ഈ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടുള്ളത്. ഏതായാലും ഇതിന് ഈ ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് സഹോദരിമാരുടെ കണ്ണുനീർ വീണ ഭൂമിയാണ്. അവിടെ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. അതിന് ഇനി വലിയ താമസമുണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ധർമ്മസ്ഥലയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മൾ നൽകുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ ഈ തലയോട്ടി കണ്ടെത്തി ആ ദൃശ്യം ന്യൂസ് 18 പുറത്തുവിട്ടു എന്നത് തന്നെയാണ്. ആ തലയോട്ടി ഇപ്പോൾ കോടതിയിൽ ഇന്നലെ ഈ ശുചീകരണ തൊഴിലാളി ഹാജരാക്കുകയും പിന്നീട് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്ന സാഹചര്യമാണ്. ഏതായാലും ഇവിടെ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും യുവതികളുമാണ്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 484 പേർ കൊല്ലപ്പെട്ടതായി പോലീസിന്റെ തന്നെ കണക്ക് ന്യൂസ് 18 പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 2001 മുതൽ 2012 വരെയാണ് ഇത്തരത്തിൽ 484 പേർ ഈ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടു എന്ന പോലീസിന്റെ വിവരാവകാശ നിയമപ്രകാരമുള്ള കണക്കുകൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. എന്തായാലും വലിയ തോതിലുള്ള ഇത്തരത്തിൽ പോലീസിന്റെ കണക്കിൽപ്പെടാത്തവർ ഒരുപക്ഷെ കൂടുതലുണ്ടാകാം. 100 പേരെ ഇത്തരത്തിൽ കുഴിച്ചിട്ടത് ഈ ശുചീകരണ തൊഴിലാളിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ
ഒളിത്താവളങ്ങളിലായിരുന്നു ഇയാളെങ്കിൽ അതീവ സുരക്ഷയോടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചാണ് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത്. ഇദ്ദേഹം നേരത്തെ തന്നെ അത് ആവശ്യപ്പെട്ടിരുന്നു, തനിക്ക് പോലീസ് സുരക്ഷ അത് ഉണ്ടായാൽ മാത്രമേ താൻ പുറത്തു വരൂ എന്നത്. ഏതായാലും പോലീസ് അതിന് തയ്യാറായിരിക്കുന്നു. ഇദ്ദേഹം കോടതിയിൽ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയാണ് ഇതിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഈ ശുചീകരണ തൊഴിലാളിയെയും കൊണ്ട് ആ സ്ഥലങ്ങൾ, ആ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്തതാണ്. ഈ തലയോട്ടി എടുത്ത ആ സ്ഥലത്ത് കൂടുതൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി ഇപ്പോഴും 2014 അതുപോലെ തന്നെ 95 ഇടയിൽ നടന്ന ഈ സംഭവം ഈ ശുചീകരണ തൊഴിലാളി ഇപ്പോഴും കൃത്യമായി ഓർത്തെടുക്കുന്നു. അതിനെ ഒരു തെളിവായാണ് ഈ തലയോട്ടി പുറത്തെടുത്തത്, രഹസ്യമായി പോയി പുറത്തെടുത്തതും അത് കോടതിയിൽ ഹാജരാക്കിയതും. എന്തായാലും ഇനി വലിയ താമസമുണ്ടാകില്ല. നാളെയോ മറ്റന്നാളോ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. കുടിച്ച് ഈ പരിശോധിച്ച് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്ന നടപടികളിലേക്കാണ് പോലീസ് കടക്കാൻ പോകുന്നത്. ആ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഇത്രയും വർഷമായി വലിയ തോതിലൊരു വലിയ ആളുകൾ പ്രതിഷേധവുമായും ഒക്കെ ആക്ഷൻ കമ്മിറ്റിയുമായി രംഗത്ത് വന്നത്. എന്തായാലും 2 ദിവസത്തിനകം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നതും. ആര്യ, KV ബൈജു ആണ് വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ചേർന്നത്. ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്, വേഗം മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. വാർത്തകളിലേക്ക്. സ്കൂൾ സമയമാറ്റത്തിൽ സമുദായ സംഘടനകൾ സർക്കാരിനെ വിരട്ടേണ്ടതില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തോടെ സമസ്തയും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമാവുകയാണ്. രാവിലത്തെ 15 മിനിറ്റ് ഒഴിവാക്കി വൈകുന്നേരം അരമണിക്കൂർ അധിക ക്ലാസ് എന്ന ഫോർമുലയാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ സമസ്ത മദ്രസ പഠന സമയത്തിൽ മാറ്റം വരുത്തട്ടെ എന്നാണ് സർക്കാർ നിലപാട്. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ, വെരി ഗുഡ് മോർണിംഗ്. അമ്പിനും വില്ലിനും അടുക്കാത്ത രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വിട്ടുവീഴ്ചയ്ക്കാകട്ടെ സമസ്തയും തയ്യാറാകുന്നില്ല. അപ്പോൾ സർക്കാർ സമസ്ത പോര് പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണോ? ആര്യ, കഴിഞ്ഞ കുറച്ച് നാളുകളായി സമസ്തയും സർക്കാരും തമ്മിൽ ഊഷ്മളമായ ബന്ധമായിരുന്നു. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്തെങ്കിലും കാര്യം സമസ്ത അധ്യക്ഷൻ പറഞ്ഞാലും സർക്കാർ അത് ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വഷളാവുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആദ്യം ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകുന്നു. അതിനുശേഷം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ മറ്റു തലങ്ങളിൽ നടത്തുന്നു. പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, പരാതിക്കാരുണ്ടെങ്കിൽ അത് പരിഗണിക്കും എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് 1 മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമസ്ത സമരപ്രഖ്യാപനവുമായി രംഗത്ത് വരുന്നത്. ഈ സമരപ്രഖ്യാപനം നടത്തുമ്പോഴും ഈ സമരപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ ഒരു ചർച്ചയ്ക്കുള്ള വഴിതെളിയും അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കെങ്കിലും സർക്കാർ വിളിക്കും എന്നൊരു പ്രതീക്ഷ സമസ്തയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തില്ല എന്നത് മാത്രമല്ല, സമുദായ സംഘടനകൾ വിരട്ടേണ്ടതില്ല എന്നൊരു കർശന നിലപാടിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി മാറുകയും ചെയ്തു. അതുകൊണ്ട് ചർച്ചയുടെ വാതിലുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള ഇവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണെന്ന് പരസ്യമായി ലീഗ് ഈ സമരമാറ്റത്തെ എതിർക്കുന്നില്ലെങ്കിൽ പോലും സമസ്തയുമായി ചർച്ചയെങ്കിലും നടത്തിക്കൂടെ എന്ന ചോദ്യം ചോദിക്കുന്നു. മറുവശത്ത് സർക്കാർ ആവട്ടെ ചർച്ചയില്ല എന്ന ഒരു കൃത്യമായ നിലപാടിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ന്യായം അനുസരിച്ച് ഒരു സംഘടനയുടെ തീരുമാനത്തെ വഴങ്ങി സമയമാറ്റം നടത്തിയാൽ പിന്നീട് ക്രൈസ്തവ സഭകളോ ജൈനോ ബുദ്ധരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള അവാന്തര വിഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ ഇത്തരം അവരുടെ ആചാരങ്ങൾക്ക് തടസ്സമായി സമയം മാറുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ടെത്തിയാൽ കാര്യങ്ങൾ നടക്കാതെ വരും, സമയമാറ്റം നടക്കാതെ വരും. അതുകൊണ്ട് 15 മിനിറ്റ് അവരുടെ മദ്രസ പഠനത്തിന്റെ സമയം മാറ്റിയാൽ മാത്രം മതി, മറ്റു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം എന്നാണ് പറയുന്നത്. എന്നാൽ സമസ്ത പറയുന്നത് അരമണിക്കൂർ വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ 4:15 അവസാനിക്കുന്നത് 4:30 അവസാനിച്ചാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇരു വിഭാഗവും അവരവർ പിടിക്കുന്നിടത്ത് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ സമര പരിപാടികൾ ശക്തമാക്കാൻ, അതായത് നേരത്തെ പ്രഖ്യാപിച്ച സമരത്തിനപ്പുറം മറ്റു ചില സമര മുറകൾ കൂടി സമസ്ത ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. അറിയാം. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സമസ്ത സർക്കാർ പോര് ഈ സ്കൂൾ സമയമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നു, കൂടുതൽ രൂക്ഷമാകുന്നു എന്നതാണ് സാഹചര്യം. കൊച്ചിയിലെ ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് NCB. പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇതിനായി കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച സമർപ്പിക്കും. എഡിസൺ ബാബു അടക്കമുള്ള പ്രതികളെ 4 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും 2 ആഴ്ചത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ എഡിസൺ ബാബു അടക്കമുള്ള പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കാത്തത് കൊണ്ട് ഈ അന്വേഷണം കൂടുതൽ വിപുലീകരിക്കാനോ മറ്റുള്ള കണ്ണികളിലേക്ക് എത്താനോ
കഴിയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണോ NCBക്ക് മുന്നിലുള്ളത്? ആര്യ, ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായും ചോദ്യം ചെയ്യലിനോട് പ്രതികൾ സഹകരിച്ചില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുക കേസിൻ്റെ ഒരു അന്വേഷണത്തിൽ അത് സാരമായി ബാധിക്കുക എന്നത് തന്നെയാണ്. ഈ കേസിലും തുടക്കത്തിൽ തന്നെയും NCBക്ക് ഈ കണ്ടെത്തിയ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇടപാടുകാരിലേക്ക്, ഇടനിലക്കാരിലേക്ക്, ഇതിൻ്റെ മറ്റ് കണ്ണികളിലേക്കെല്ലാം നീങ്ങണമെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നതാണ്. പക്ഷേ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കാര്യമാത്രമായി ഒന്നും തന്നെ ഇവരിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനായിട്ട് NCB ഒരുങ്ങുകയും ചെയ്യുന്നത്. അതിൽ മറ്റൊന്നു കൂടിയുണ്ട്. ഈ ഡിയോൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതി, അദ്ദേഹമാണ് ഈ എഡിസൺ ഈ ലഹരി മരുന്നിൻ്റെ വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞ വിദേശ രാജ്യങ്ങളിലെ ലഹരി ഇടപാടുകാരെ അടക്കം ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. പക്ഷേ എഡിസന് മുൻപ് തന്നെ ഡിയോണാണ് ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇയാളുടെ ഭാര്യ, അവരും ഈ കേസിൽ പ്രതിയാണ്, അവരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരെ ചോദ്യം ചെയ്യാനും NCBക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. കാരണം ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ, ഈ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ വനിതകളാണെങ്കിൽ വനിതാ ഉദ്യോഗസ്ഥരടക്കമുണ്ടാണ്. പക്ഷേ NCBക്ക് ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ച സമയത്ത് വനിതാ ഉദ്യോഗസ്ഥരടക്കം NCBയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാക്കാൻ കഴിയാതെ പോയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇവരെ കൂടി ചോദ്യം ചെയ്യണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഈ വീണ്ടും കസ്റ്റഡിയിലേക്ക് വാങ്ങാനാണ് ഇപ്പോൾ NCB ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ച വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. ഈ ഡാർക്ക് നെറ്റ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഏറ്റവും സാങ്കേതികപരമായ കാര്യങ്ങൾ നിർണ്ണയിച്ചിരുന്നത് എഡിസണാണ്. എഡിസനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. അപ്പോൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരം മണ്ണന്തല മുക്കോലയിൽ ലിയോണിന്റെ ജന്മദിനമാണിന്ന്. ന്യൂസ് 18 കേരളം വിഷ്വൽ എഡിറ്റിംഗ് വിഭാഗത്തിലെ ടീം ലീഡർ പ്രവീൺ വിൻസെന്റിന്റെ മകനാണ് ലിയോൺ. അപ്പോൾ ലിയോൺ മോന് എല്ലാവിധ ആശംസകളും ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. ഒപ്പം ആശംസകൾ അറിയിക്കുന്നത് പ്രവീണും അമ്മ ഷാലുവും പിന്നെ ഞങ്ങളെല്ലാവരുമാണ്, സൂചിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ വെരി ഹാപ്പി ബർത്ത്ഡേ ലിയോൺ മോനെ. അപ്പോൾ രാവിലെയിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. കാണാം പോലീസ് പെട്രോൾ.